സുഡാനിലെ പ്രാദേശിക കത്തോലിക്ക സഭയെ ഏതാണ്ടില്ലാതാക്കി രാജ്യത്തെ ആഭ്യന്തര യുദ്ധം. എ ടു ദ ചർച്ച് ഇൻ നീഡ് എന്ന പൊന്തിഫിക്കൽ ഫൗണ്ടേഷൻ്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് സെമിനാരിക്കാർ ആരും തന്നെ അവശേഷിക്കുന്നില്ല എന്നും കത്തോലിക്ക സഭ ഏറെക്കുറെ അപ്രത്യക്ഷമായ അവസ്ഥയിലാണ് എന്നും വെളിപ്പെടുത്തുന്നു. 2023 ഏപ്രിൽ 15 മുതലാണ് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാന്റെ നേതൃത്വത്തിലുള്ള സൈന്യവും രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റുമായ മുഹമ്മദ് ഹൊമേഡി ഹംദാൻ ദഗാലോയുടെ നേതൃത്വത്തിലുള്ള റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് തമ്മിൽ സായുധ ഏറ്റുമുട്ടൽ തുടങ്ങിയത്. ഈ സാഹചര്യങ്ങൾ സുഡാനിലെ കത്തോലിക്ക സഭയുടെ സാന്നിധ്യം ഏതാണ്ട് ഒന്നുമില്ലാതാക്കി. സഭയ്ക്ക് ചില ആശുപത്രികളും സ്കൂളുകളും നടത്താൻ അനുവാദമുണ്ടെങ്കിലും വിശ്വാസം പ്രഘോഷിക്കാനും ആരാധന നടത്താനും ഇവിടെ അനുവാദമില്ല. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പലരും ക്രിസ്ത്യൻ പള്ളികളിലാണ് അഭയം തേടിയത്. എന്നാൽ നിരവധി മിഷണറിമാരും സിസ്റ്റേഴ്സും രാജ്യം വിടാൻ നിർബന്ധിതരായതിനാൽ മിക്ക ഇടവകകളും ആശുപത്രികളും സ്കൂളുകളും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. കോതമംഗലം രൂപതയിൽ 4 അതിൽ കൂടുതലും കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളുടെ സമ്മേളനം നടന്നു. രൂപത സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ്, പ്രോ ലൈഫ്, ഫാമിലി അപ്പോസ്തോലേറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന സമ്മേളനത്തിൽ രൂപതയിലെ വിവിധ ഇടവകകളിൽപ്പെട്ട 254 കുടുംബങ്ങളിൽ നിന്നായി മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ 1000-ലധികം പേർ വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു. മുൻ ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ അധ്യാപകനായ ജസ്യൂട്ട് വൈദികൻ ഫാദർ ലാഡിസ്ലൗസ് ചിന്നദുരൈ നിര്യാതനായി. 100 വയസ്സായിരുന്നു. തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലെ ബെസ്റ്റി ഇല്ലത്ത് വെച്ചായിരുന്നു അന്ത്യം. ഫാദർ ചിന്നദുരൈ തനിക്ക് എന്നും പ്രചോദനമായിരുന്നുവെന്ന് പറയുന്ന കലാം തൻ്റെ ആത്മകഥയായ അഗ്നിച്ചിറകുകളിൽ ഫാദർ ചിന്നദുരൈയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. സ്കോട്ട്ലൻഡിലെ ഡങ്കൽ രൂപതയുടെ അധ്യക്ഷനായി പാപ്പ നിയമിച്ച നിയുക്ത ബിഷപ്പ് സ്ഥാനാരോഹണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് വിടവാങ്ങി. ഏപ്രിൽ 27-ന് പുതിയ ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്യപ്പെടാനിരിക്കെയാണ് ഫാദർ ഡോക്ടർ മാർട്ടിൻ ചെമ്പേഴ്സ് എന്ന നിയുക്ത മെത്രാന്റെ ആകസ്മിക വേർപാട്. 59 വയസ്സായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 2-ന് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ ഡങ്കൽഡിലെ ബിഷപ്പായി നിയമിക്കുകയായിരുന്നു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.